ബ്രസീലിലെ ചേരികളിൽ നിന്ന് പാവപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ കാണാതാവുകയാണ്. ഇവരെ വേശ്യകളാക്കി മറ്റു രാജ്യത്തേക്ക് കടത്താൻ വേണ്ടി വില്ലന്മാര് അവരെ തട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഇത് അന്വേഷിക്കാതെ അമേരിക്കക്കാരനായ നമ്മുടെ കഥാനായകൻ ബ്രസീലിലെത്തി. 2014 പുറത്തിറങ്ങിയ ഒരു കിഡിലൻ ആക്ഷൻ മൂവിയാണ് ഫാൽക്കൺ റൈസിംഗ്. റിട്ടയർ ആയ അമേരിക്കൻ പട്ടാളക്കാരനാണ് നമ്മുടെ കഥാനായകനായ ജോൺ. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പട്ടാളക്കാരനായിരുന്നു ഇദ്ദേഹം. അതേപോലെ ഇദ്ദേഹത്തിനാണെങ്കിൽ PTSD എന്ന ഡിസോർഡർ ഉണ്ട്. അതായത് കഴിഞ്ഞുപോയ സംഭവങ്ങൾ ആലോചിച്ച് അദ്ദേഹത്തിന് ഭയങ്കര സ്ട്രെസ് ആണ്. കൂടുതലും അദ്ദേഹം പട്ടാളത്തിലുണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ പട്ടാളക്കാരായ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ആലോചിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിക്കണം എന്നൊന്നും വലിയ മോഹമൊന്നുമില്ല. അതായത് അദ്ദേഹത്തിന് മരണത്തെ ഭയമില്ല. ദിവസവും അദ്ദേഹം ഒരു ഗെയിം കളിക്കും. ആ ഗെയിമിന്റെ പേരാണ് റഷ്യൻ റൗലറ്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതൊരു വീഡിയോ ഗെയിം ഒന്നുമല്ല. സംഭവം എന്തെന്ന് വെച്ചാൽ ഒരു റിവോൾവർ തോക്കെടുക്കും, എന്നിട്ട് അതിൽ ഒന്നോ രണ്ടോ ബുള്ളറ്റ് മാത്രം കറക്റ്റ് ലോഡ് ചെയ്യും, എന്നിട്ട് സ്വയം ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് കറക്റ്റ് പൊസിഷനിലാണെങ്കിൽ വെടികൊണ്ട് അപ്പോൾ തന്നെ ആള് വടിയാവും. എന്നാൽ നമ്മുടെ ഹീറോ ആള് നിർഭാഗ്യവാനാണ്. നിർഭാഗ്യവാൻ എന്ന് പറയണോ ഭാഗ്യവാൻ എന്ന് പറയണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എല്ലാ ആഴ്ചയും മൂപ്പര് ഈ ഗെയിം കളിക്കും. അദ്ദേഹത്തിന് വെടി കൊള്ളാറുമില്ല. അങ്ങനെ അദ്ദേഹം സ്വയം പറയാണ്, ഷിറ്റ്, ഈ ആഴ്ച കൂടി ഞാൻ ഇനി ജീവിക്കണമല്ലോ. അങ്ങനെ ആ ദിവസം ഹീറോ തനിക്ക് ഇഷ്ടമുള്ള താൻ ഡെയിലി യൂസ് ചെയ്യുന്ന മദ്യം വാങ്ങാനായി ചെന്നു. എന്നാൽ ആ കടയിലെ രണ്ട് കൊള്ളക്കാര് തോക്കുമായി എത്തുകയാണ്. കൊള്ളക്കാരെ കണ്ട് കടയിലെ എല്ലാവരും പേടിച്ച് ഭയന്ന് നിലത്ത് കിടന്നു. കാഷ്യർ ആണെങ്കിൽ ഭയന്ന് കൗണ്ടറിലുള്ള പണം എല്ലാം അവന്മാർക്ക് എടുത്തു കൊടുത്തു. എന്നാൽ ഹീറോ മൈൻഡ് പോലും ചെയ്യാതെ ഏത് മദ്യമാണോ വേണ്ടത് എന്ന് നോക്കി സെലക്ട് ചെയ്യുകയാണ്. നിനക്ക് ചെവി കേൾക്കുന്നില്ലേ, നീ പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ച് ഹീറോന്റെ പിന്നിൽ നിന്ന് ഒരു കൊള്ളക്കാരന് തോക്ക് ചൂണ്ടുകയാണ്. അങ്ങനെ ഹീറോ തിരിഞ്ഞു നിന്നപ്പോൾ അവൻ ഹീറോന്റെ വയറ്റത്ത് തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ബ്രോ, പെട്ടെന്ന് ചാവണമെങ്കിൽ വയറ്റത്തല വെടിവെക്കണ്ടേ, ഇവിടെ നെഞ്ചത്താണ്, എന്നാലേ പെട്ടെന്ന് ചാവൂ. അല്ലെങ്കിൽ വേണ്ട, അതിനേക്കാൾ നല്ലത് എന്റെ വായിലിട്ട് പൊട്ടിക്കലാണ്. അതും നിനക്ക് പേടിയാണെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ്, എന്റെ ഫേവറേറ്റ്, ഇവിടെ തലയിൽ. അപ്പൊ ഹീറോനെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് ഈ രണ്ട് കൊള്ളക്കാരനെ അതിശയപ്പെട്ടു. ഇതിപ്പോ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ എനിക്ക് ഭ്രാന്തായതാണോ എന്ന് പറഞ്ഞതുപോലെ, നീ എനിക്ക് നേരെ തോക്ക് ചൂണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാതെ നീ ഇവിടുന്ന് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തിൽ ഹീറോ രണ്ട് കൊള്ളക്കാരെയും അടിച്ച് ഫ്ലാറ്റ് ആക്കി. അവന്മാര് മോഷിച്ച കാശ് അവിടെ കൊടുത്തു, തന്റെ മദ്യം വാങ്ങി ഹീറോ കൂളായിട്ട് ഇറങ്ങി പോവുകയാണ്. ആ ദിവസം രാത്രി ഹീറോക്ക് സ്ട്രെസ് ഭയങ്കരമായിട്ട് അധികമായി. അതായത് പല ട്രോമാറ്റിക് സംഭവങ്ങൾ ഹീറോന്റെ മനസ്സിൽ വന്നുകൊണ്ടേ നിന്നു. എങ്ങനെയും ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഹീറോ ചെയ്യുന്നത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യലും അതേപോലെ ബോക്സിംഗ് ചെയ്യലും ഒക്കെയാണ്. എന്തായാലും ആള് രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങിപ്പോയി. അതേപോലെ എഴുന്നേൽക്കാനും ലേറ്റ് ആയി. ഇന്നാണ് തന്റെ സഹോദരി ബ്രസീലിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്ന ദിവസം. ഹീറോ പുള്ളിക്കാരിയെ കൂട്ടാനായി എയർപോർട്ടിൽ പോകേണ്ടതായിരുന്നു. എന്നാൽ ആൾ ഉറങ്ങിപ്പോയി. ടാക്സി പിടിച്ച് എയർപോർട്ടിൽ നിന്ന് ഹീറോന്റെ വീട്ടിലെത്തി. ഈ സ്ത്രീയാണ് നമ്മുടെ ഹീറോക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി. പേര് സിൻഡി എന്നാണ്. ഓക്കെ ഗൈസ്, പിന്നെ സിൻഡി എന്ന ഈ കഥാപാത്രം ചെയ്ത ഈ ആക്ട്രസ് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വേറെ ആരുമല്ല, ബോക്സിംഗ് ലെജൻഡ് മുഹമ്മദ് അലിയുടെ മകള് ലൈല അലിയാണ്. ഓക്കെ, ബാക്ക് ടു ദി സ്റ്റോറി. ജോണിന് ഈ ലോകത്ത് ആരോടെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് സഹോദരി സിൻഡിയോട് മാത്രമാണ്. കാരണം പുള്ളിക്കാരി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ജോണും മരുന്നൊന്നും കൃത്യമായി കഴിക്കത്തില്ല. അതൊക്കെ പുള്ളിക്കാരി ഈസി ആയിട്ട് കണ്ടെത്തുകയും ചെയ്യും. നിന്റെ മരുന്നിന്റെ കുപ്പി കാണിച്ച് എന്ന് ചോദിച്ച് ഗുളികകളുടെ എണ്ണം നോക്കി എത്ര ദിവസം നീ ഗുളിക കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ജോണിനെ സിൻഡി വഴക്ക് പറയുന്നൊക്കെയുണ്ട്. ഇനി സിൻഡിയുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി എല്ലാ കാര്യവും ഈ ഡയറിയിലാണ് എഴുതാറുള്ളത്. അതേപോലെ ബ്രസീലിൽ ഒരു സ്ലമ്മിലാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്, അതും സോഷ്യൽ സർവീസ് ആണ്. എന്നാൽ ജോണിന് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ജോൺ എപ്പോഴും പുള്ളിക്കാരോട് അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി അമേരിക്കയിൽ തന്നെ കൂടെ തന്നെ താമസിച്ചുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അതൊന്നും പറ്റത്തില്ല, ഞാൻ നാളെ തന്നെ മടങ്ങി പോവും, പോയിട്ട് 100 വട്ടം ജോലി ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ സിൻഡി ജോണിനോട് പറയാണ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന കഥ ബ്രസീലിൽ നടക്കുന്നതാണ്. ബ്രസീലിലെ റിയോ എന്ന നഗരത്തിലെ ഒരു സ്ലം അഥവാ ഒരു ചേരിയിലാണ് ഇനിയുള്ള കഥ. അപ്പൊ ഈ ചേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാനം ഡ്രഗ്സ് ആണ്. അവിടെയുള്ള കുട്ടികളൊക്കെ ഡ്രഗ്സിന് അടിമപ്പെട്ടവരാണ്. അതേപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വരെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് പണം സമ്പാദിക്കും. അങ്ങനെ ഒരു നാടാണ് ഇത്. സോ ഈ പോലീസ് ഓഫീസറാണ് കത്രീന. കത്രീന ഇവിടെ വന്നത് എന്തിനാണ് എന്നറിയോ? അവിടെ ഒരാളുടെ ബോഡി നാട്ടുകാർ കണ്ടു. അത് അന്വേഷിക്കാനായിട്ടാണ് കത്രീന ഈ ചേരിയിൽ വന്നത്. ഇനി അത് ആരുടെ ബോഡിയാണ് എന്ന് ചോദിച്ചാൽ വേറെ ആരുടേതുമല്ല, നമ്മുടെ ജോണിന്റെ പ്രിയപ്പെട്ട സഹോദരി സിൻഡിയുടേതാണ്. ഇദ്ദേഹമാണ് ബ്രസീലിലെ അമേരിക്കൻ എംബസി കൗൺസിലായ മാനി. അദ്ദേഹത്തെ അവിടെ കാണാനായി രണ്ട് ഡിറ്റക്ടീവ്സ് വരികയാണ്. അപ്പോൾ റിയോയിലെ ഈ രണ്ട് ഡിറ്റക്ടീവ്സ് ആണ് സാമും കാർലോവും. സാന്റോ വളരെ ബുദ്ധിശാലിയായ ഡിറ്റക്റ്റീവ് ആണ്. അതേപോലെ കാർലോ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അഥവാ ഹൈലി സ്കിൽഡ് ഫൈറ്റർ ആയ ഡിറ്റക്റ്റീവ് ആണ്. സോ ഇവർ രണ്ടുപേരും മാനിയെ കാണാനായി വന്നത് സിൻഡിയുടെ കാര്യം പറയാനാണ്. ആൻഡ് ബൈ ദ വേ, സിൻഡി ക്രൂ
ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കപ്പെട്ടെങ്കിലും പുള്ളിക്കാരി മരണപ്പെട്ടിട്ടില്ല. കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അങ്ങനെ അമേരിക്കയിലുള്ള ജോൺ ഈ വിവരം അറിഞ്ഞ് അദ്ദേഹം ബ്രസീലിലേക്ക് പുറപ്പെടുകയാണ്. ഇവനാണ് കൂക്ക. കൂക്ക ആളൊരു ഡ്രഗ് ഡീലറാണ്. അവനോട് കത്രീന എന്ന ഓഫീസർ, നിനക്ക് സിന്ധിയ പരിചയമുള്ളതല്ലേ, ആരാണ് അവളോട് ഇങ്ങനെ ചെയ്തത് എന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കാണ്. എന്നാൽ എനിക്കൊന്നും അറിയത്തില്ല എന്നാണ് കൂക്കയുടെ മറുപടി. ഈ ചേരിയിൽ നമ്മുടെ 2 ഡിറ്റക്ടീവ്സ് ഒരു റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ അവര് ലൈസൻസ് ഒന്നും ഇല്ലാത്ത തോക്കുകൾ കണ്ടെത്തുകയാണ്. അങ്ങനെ അവർ ഒരുപാട് പേര് അറസ്റ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവരുടെ തലവനായ ഒരുത്തന് വന്ന് സാന്റോയുടെ ദേഹത്തേക്ക് കല്ലെറിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം തോക്ക് ചൂണ്ടിയപ്പോൾ പിന്നെ അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗൺ പോയിന്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ഡിറ്റക്ടീവ്സിന് മനസ്സിലായി ഈ ചേരി അവർ വിചാരിച്ചതുപോലെയല്ല, അവിടെയുള്ള എല്ലാവന്മാരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്, അവരൊക്കെ ഒറ്റക്കെട്ടാണ്. എന്നാൽ സാന്റോ ആ ടീമിനോട് ഒരു ഡീല് വെക്കുകയാണ്. അതായത് ഓക്കെ, വെറുതെ നമ്മൾ ഷൂട്ട് ഔട്ട് നടത്തി ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കേണ്ട, പകരം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റർ എന്റെ സുഹൃത്ത് കാർലോന്റെ കൂടെ ഏറ്റുമുട്ടും, എന്നിട്ട് നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. അങ്ങനെ നിങ്ങളാണ് ജയിച്ചതെങ്കിൽ നമ്മൾ പിന്നെ ഈ പരിസരത്തെ വരത്തില്ല. അതേപോലെ ഞങ്ങൾ പിടിച്ചെടുത്ത ആയുധങ്ങളും അറസ്റ്റ് ചെയ്ത നിങ്ങളുടെ ആൾക്കാരെയും വെറുതെ വിടും. എന്നാൽ ഡിറ്റക്റ്റീവ് കാർലോണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടെ പല റെയ്ഡുകൾ നടത്തും. അപ്പൊ അതെന്തായാലും അവർക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നി. അങ്ങനെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റർ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഡിറ്റക്റ്റീവ് കാർലോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായി പോവുകയാണ്. ഇനി ഇവിടെ നടന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഗുണ്ടകളുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്ററിന് ഡിറ്റക്റ്റീവ് കാർലോന്റെ രോമത്തെ പോലും നോവിക്കാൻ ആയിട്ടില്ല. കാർലോ അവനെ ചുരുട്ടിക്കൂട്ടി ചവിട്ടി നിലത്തിട്ടു. അങ്ങനെ പോകുന്ന സമയത്ത് സാന്റോ അവരോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ആ അമേരിക്കക്കാരിയെ ആരാണോ ആക്രമിച്ചത് അവരെ നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവത്തുള്ളൂ. സോ ഇവിടെ നമ്മുടെ ജോൺ ബ്രസീൽ എത്തി മാനിയെ കണ്ടു. ഇനി മാനിയും ജോണും മുന്നേ പരിചയമുള്ളവരാണ്, അവര് സുഹൃത്തുക്കളാണ്. വാ ഹോട്ടലിലേക്ക് പോകാം, നീ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്. വേണ്ട, എനിക്ക് സിന്ധിയെ കാണാൻ ഇപ്പോൾ തന്നെ പോകണം. അങ്ങനെ ജോൺ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആശുപത്രിയിൽ സഹോദരിയെ കാണാനായി പോവുകയാണ്. വളരെ ഗുരുതര അവസ്ഥയിലാണ് പുള്ളിക്കാരി ഉള്ളത്. ഡോക്ടർ പറയാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമാണ്, കാരണം ഇതുപോലുള്ള അവസ്ഥയിൽ ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. എന്തായാലും പുള്ളിക്കാരി റിക്കവർ ആവാൻ നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. 1% സാധ്യതയുണ്ട്. അവിടെ ആശുപത്രിയിൽ ജോണിനെ കാണാനായി ആ 2 ഡിറ്റക്ടീവ്സ് എത്തി. അവർ ഈ സംഭവത്തെ കുറിച്ചും ആ ചേരിയിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ജോണിന് പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു ആക്രമിച്ചവരുടെ ഉദ്ദേശം എന്ന് ജോൺ ചോദിച്ചപ്പോൾ റോബറിയാണ്. പുള്ളിക്കാരിയെ കിട്ടുമ്പോൾ ശരീരത്തിൽ ജ്വല്ലറീസും പേഴ്സും പണവും ഒന്നും ഇല്ലായിരുന്നു. അക്രമികൾ അതൊക്കെ മോഷിച്ചിട്ടുണ്ട്, അവരുടെ ഉദ്ദേശം അത് തന്നെയാണ് എന്ന് സാന്റോ പറയാണ്. എന്തായാലും എനിക്ക് ആ സ്ഥലത്തേക്ക് പോകണം എന്ന് ജോൺ പറഞ്ഞപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല എന്ന് സാന്റോ പറയാണ്. ഞാൻ സാധാരണക്കാരനായ ടൂറിസ്റ്റ് അല്ല എന്നും ജോൺ മറുപടി കൊടുത്തു. എന്തായാലും അവർ പോകുന്ന സമയത്ത് ജോണിന് ആ സ്ഥലത്തെ കുറിച്ച് വിശദീകരിച്ച് സാന്റോ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അവിടുത്തെ ഡ്രഗ് ഡീലിങ്ങിനെ കുറിച്ചും അക്രമത്തെ കുറിച്ചും ആയുധങ്ങളെ കുറിച്ചും അങ്ങനെ പല കാര്യങ്ങൾ ജോണിന് സാന്റോ കത്രീന എന്ന ഓഫീസറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ജോൺ പുള്ളിക്കാരോട് എന്റെ സഹോദരിയെ എവിടുന്നാണ് കിട്ടിയത് എന്ന് കാണിച്ചു തരാൻ പറയുകയാണ്. ആ സ്ഥലത്തേക്ക് കത്രീന ജോണിനെ കൊണ്ടുപോയി കാണിച്ചു. ആ സ്ഥലത്തെ ഡ്രഗ് ഡീലിംഗ്സ് ഒക്കെ ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഈ കൂക്ക എന്നവനെ ഹീറോ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുമുണ്ട്. ജോൺ കത്രീനോട് ചോദിക്കാണ്, ഇവിടെ എന്താണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നെ ഡ്രഗ്സ് വിൽക്കുന്നത്, എന്താണ് ആരും ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തത്, ഗവൺമെന്റ് എന്താണ് ഇതിലൊന്നും ഇടപെടാത്തത്? അപ്പൊ കത്രീന അവിടെയുള്ള ഒരു ഹോസ്പിറ്റൽ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ആ ഹോസ്പിറ്റൽ കണ്ടോ, അവിടെ ദിവസം 250 രോഗികളെയാണ് സൗജന്യമായിട്ട് ചികിത്സിക്കുന്നത്. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, ഇവിടെ സ്കൂൾസ് ഉണ്ട്, നഴ്സറീസ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതിനൊക്കെ പണം മുടക്കുന്നത് ആരാണ് എന്നാണ് വിചാരം? ഗവൺമെന്റ് ആണോ? അല്ല, ഗവൺമെന്റ് ഒക്കെ ഈ സ്ഥലം പണ്ടേ മറന്നതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ഈ ഡ്രഗ് ഡീലേഴ്സ് തന്നെയാണ്. എല്ലാം ഡ്രഗ് മണി കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചേരിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അതുകൊണ്ടാണ് മിസ്റ്റർ ജോൺ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. താങ്കൾ ഇവിടെ നിൽക്കുന്നത് താങ്കൾക്ക് സേഫ് അല്ല. താങ്കളുടെ സഹോദരി അറ്റാക്ക് ചെയ്തവരെ നമ്മൾ പോലീസ് കണ്ടെത്തും. അപ്പൊ ജോൺ പറയാണ്, അങ്ങനെ വെറുതെ മടങ്ങി പോകാനാണെങ്കിൽ എനിക്ക് ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. സോ ഇവിടെ ഹീറോ ഹോസ്പിറ്റലിൽ പോയി. അപ്പോ തന്റെ സഹോദരി നോക്കുന്നുണ്ടായത് ഒരു ജപ്പാൻകാരിയായ നേഴ്സാണ്. പുള്ളിക്കാരി ഐവിയിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് കാണാം. എന്നിട്ട് ജോണിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ആ സുന്ദരിയായ ജപ്പാനി നേഴ്സ് ഇറങ്ങിപ്പോയി. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം സിൻഡി ആണെങ്കിൽ ഭയങ്കരമായിട്ട് പിടയാനായി തുടങ്ങി. അങ്ങനെ ജോൺ പെട്ടെന്ന് ഡോക്ടറിനെയും നേഴ്സിനെയും ഒക്കെ വിളിക്കുകയാണ്. കൃത്യസമയത്ത് ഡോക്ടേഴ്സും നേഴ്സും വന്നതുകൊണ്ട് അവർക്ക് വീണ്ടും സിൻഡിയെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതേപോലെ ഇവിടെ ഇപ്പോൾ ഐവിയിൽ ഒരു ജപ്പാൻകാരിയായ നേഴ്സ് ഇഞ്ചക്ട് ചെയ്ത് പോയിരുന്നു
എന്നും ജോൺ ഡോക്ടറോട് പറഞ്ഞപ്പോൾ എന്ത് ജപ്പാൻകാരിയോ, ഈ ഹോസ്പിറ്റലിൽ ജപ്പാൻകാർ ആരും തന്നെ ജോലി ചെയ്യുന്നില്ല എന്നായിരുന്നു ഡോക്ടറിന്റെ മറുപടി. സോ ഇത് സിൻഡിയെ ആക്രമിച്ച ടീം തന്നെയാണ്. സിൻഡി മരണപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ വീണ്ടും സിൻഡിയെ കൊല്ലാനായി ആൾമാറാട്ടം നടത്തി ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ സിൻഡി സേഫ് അല്ല എന്ന് മനസ്സിലായപ്പോൾ ഡിറ്റക്ടീവ് സാൻഡ് ജോണിനോട് പറയാണ്, താങ്കൾ പേടിക്കേണ്ട, താങ്കളുടെ സഹോദരിയെ സേഫ് ആക്കാൻ കുറച്ച് ഓഫീസേഴ്സിനെ ഇവിടെ നിന്ന് പ്രൊട്ടക്ഷന് നിൽക്കാനായി ഏർപ്പാടാക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഹീറോ ആണെങ്കിൽ കൂക്ക എന്ന ഡ്രഗ് ഡീലറിനെ നേരത്തെ നോട്ട് ചെയ്തതാണ് എന്ന്. അങ്ങനെ അവന്റെ അടുത്ത് പോയിട്ട് ഹീറോ അവനക്ക് സിൻഡിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നിനക്ക് ഇവള് അറിയുമോ എന്നൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്. എന്നാൽ കൂക്കക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല. അങ്ങനെ മറുപടി ഒന്നും കൊടുക്കാതെ അവൻ നിൽക്കുമ്പോഴാണ് കൂക്കയുടെ കഴുത്തിലുള്ള മാല ജോൺ ശ്രദ്ധിച്ചത്. അത് വേറെ ആരുടേതുമല്ല, അത് സിൻഡിയുടേതാണ്. സിൻഡിയെ ആക്രമിച്ചതിൽ ഈ കൂക്കക്ക് പങ്കുണ്ട് എന്ന് സംശയമായ ജോൺ അവനെ ഇടിച്ചു പന്നിക്കിടുകയാണ്. ജോണിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായി വേറെ കുറേമാര് വരുന്നുണ്ട്. അവർക്കും കണക്കിന് ജോൺ കൊടുക്കുന്നുണ്ട്. കൂക്കയുടെ കത്തി എടുത്ത് തന്നെ ജോൺ കൂക്കയുടെ കഴുത്തിൽ വെച്ചിട്ട് പറയാണ്, മര്യാദക്ക് നീ പറഞ്ഞോ, നിനക്ക് എവിടുന്നാണ് ആ മാല കിട്ടിയത് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിന്നെ അറുത്തു കൊല്ലും. എന്നാൽ അപ്പോഴേക്കും അവിടെ ഓഫീസർ കത്രീനെ തോക്കും പിടിച്ചു വന്നു. മിസ്റ്റർ ജോൺ, മര്യാദക്ക് കത്തി താഴെയിട്. അതേപോലെ കൂക്ക പറയുന്ന കാര്യങ്ങളൊക്കെ കത്രീൻ ജോൺ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് കൂക്ക ആള് നിരപരാധിയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കൂക്കക്ക് ഒരു ഇളയ സഹോദരിയുണ്ട്, മറിയ എന്നാണ് പേര്. സിൻഡിക്ക് മറിയ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറിയെ കാണാതായി. അങ്ങനെ മറിയുടെ ഓർമ്മക്കായി സിൻഡി കൂക്കക്ക് സമ്മാനമായി കൊടുത്തതാണ് സിൻഡിയുടെ കഴുത്തിലുള്ള മാല. അതേപോലെ കൂക്ക തന്റെ സഹോദരി മറിയ സിൻഡിയുടെ കൂടെയുള്ള ഫോട്ടോ ജോണിന് കാണിച്ചു കൊടുത്തു. ജോൺ കൂക്കയോട് സോറി പറഞ്ഞു. സാരമില്ല, നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ ഒരു സാധനം തരാം. അങ്ങനെ സിൻഡിയുടെ ഡയറി കൂക്ക ജോണിന് കൊടുക്കുകയാണ്. എനിക്ക് ഇത് കിട്ടിയതാണ്, സിൻഡിയുടെ പ്രിയപ്പെട്ട ഡയറിയാണ് ഇത് പോലീസ് കൊണ്ടുപോകേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് എടുത്തത്. പക്ഷെ ഇതിലെ പേജസ് ഒക്കെ ആരോ കീറി കളഞ്ഞിട്ടുണ്ട്. കഴുത്തിലുള്ള മാല കൂക്ക അഴിച്ച് ജോണിന് കൊടുക്കാനായി പോയപ്പോൾ, പ്ലീസ് സിൻഡി, അത് നിനക്ക് തന്നതാണ്, എനിക്കത് വേണ്ട എന്ന് ജോൺ പറയാണ്. അതേപോലെ അതിനുശേഷം ജോൺ കത്രീനയോട് കൂക്കയുടെ സഹോദരി മറിയെ എങ്ങനെയാണ് കാണാതായത് എന്നൊക്കെ ചോദിക്കാണ്. ഒരു ഐഡിയയുമില്ല, ഇത് ഇവിടെ വർഷങ്ങളോളമായിട്ട് നടക്കുന്നതാണ്. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇവിടുന്ന് അധികം കാണാതാവാറുണ്ട്. അവർ എവിടെയാണ് പോകുന്നത് അഥവാ അവരെ ആരാണ് കൊണ്ടുപോകുന്നത് എന്നൊന്നും ഇതുവരെയായിട്ട് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സോ ഇവിടെ രാത്രി ഹീറോ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന സമയത്ത് സിൻഡിയുടെ ഡയറി വെറുതെ നോക്കിയതാണ്. അതിൽ നിന്ന് ചെറുങ്ങനെ ബ്രൂണോ എന്ന ഒരാളുടെ നമ്പർ സിൻഡി എഴുതി വെച്ചതായി ഹീറോ കണ്ടു. അപ്പോൾ തന്നെ ജോൺ ആ നമ്പറിൽ ബ്രൂണോനെ വിളിച്ചു. ഞാൻ സിൻഡിയുടെ സഹോദരനാണ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ബ്രൂണോ ജോണിനോട് നമ്മൾക്ക് നേരിൽ കണ്ട് സംസാരിക്കാം എന്ന് പറയാണ്. സോ ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. സിൻഡി ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തത് ചേരിയിൽ നടക്കുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ്. അത് ലോകത്തെ അറിയിക്കാനായി. അവൾ അത് ആരാണ് എന്ന് കണ്ടെത്തിയതാണ്. അവരെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അത് എനിക്ക് കിട്ടിയിട്ടില്ല. അത് അവൾ എനിക്ക് തരാനിരുന്ന ദിവസമാണ് അവൾ ആക്രമിക്കപ്പെട്ടത്. അതേപോലെ അവൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 പേരോട് സംസാരിക്കുന്ന ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ അത് താങ്കൾക്ക് കിട്ടിയാൽ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞ് ആ ഫോട്ടോസ് ഒക്കെയുള്ള പെൻഡ്രൈവ് കൊടുത്ത് ബ്രൂണോ പോവുകയാണ്. എന്നാൽ ബ്രൂണോ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്യാനായി നോക്കിയപ്പോൾ കാർ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ബ്രൂണോ മരണപ്പെട്ടു. അതേപോലെ ആ സ്ഥലത്ത് ആ ജപ്പാൻകാരിയിലെ, അതായത് അന്ന് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വന്ന സ്ത്രീ, പുള്ളിക്കാരി ജോൺ കണ്ടു. ജോൺ തന്നെ കണ്ട ഉടനെ പുള്ളിക്കാരി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ജോൺ പിന്നാലെ ഓടിയെങ്കിലും പുള്ളിക്കാരി ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു. അതിനുശേഷം വേറൊരു കാറിൽ ഒരുപാട് പേര് തോക്കുമായി വരികയാണ്. എന്നിട്ട് അവർ ഹീറോനെ ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഭാഗ്യത്തിന് ഹീറോ രക്ഷപ്പെട്ടു. എന്നാൽ ഒരു പോലീസുകാരന് വെടികൊണ്ടിട്ടുണ്ടായിരുന്നു. വെടികൊണ്ട് ആ പോലീസുകാരനെ തോക്കെടുത്ത് ഹീറോ അവന്മാരെ തിരിച്ച് ഷൂട്ട് ചെയ്തു. എന്തായാലും ഇവിടെ ജോൺ ഒരു കാര്യം ഉറപ്പായി, തന്റെ സഹോദരിയെ ആക്രമിച്ചത് മോഷണത്തിന് വേണ്ടി അല്ല എന്ന്. സിൻഡി കണ്ടെത്തിയ സത്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ആ സംഘം സിൻഡിയെ കൊല്ലാൻ വേണ്ടി ആക്രമിച്ചത്. എന്നാൽ സിൻഡി മരണപ്പെട്ടിട്ടില്ല. ഇനി ആരാണ് ഇതിന്റെയൊക്കെ പുറകിൽ, ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നാണ് ജോണിന്റെ അടുത്ത ലക്ഷ്യം. എന്തായാലും ബ്രൂണോ കൊടുത്ത പെൻഡ്രൈവിലുള്ള ഫോട്ടോസ് നോക്കിയപ്പോൾ മാനിക്ക് മനസ്സിലായി ഇവര് ബ്രസീൽ സ്വദേശികളല്ല, ജപ്പാൻ യക്കൂസ മാഫിയാസ് ആണ്. ഇവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരുത്തൻ ഒരു DJ ആണ് എന്ന് മാനിക്ക് മനസ്സിലായി. അങ്ങനെ ആ DJനെ കണ്ടുപിടിക്കാനായി അവൻ പെർഫോം ചെയ്യുന്ന നൈറ്റ് ക്ലബിലേക്ക് ജോൺ രാത്രി പോവുകയാണ്. അങ്ങനെ ആ DJനെ കണ്ടുപിടിച്ച് അവൻ ടോയ്ലറ്റിൽ പോയ സമയത്ത് ഹീറോ അവനെ ഫോളോ ചെയ്തു. പുറത്തുനിന്ന് അകത്തേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടി കതക് അകത്തുനിന്ന് ലോക്ക് ചെയ്തു. അങ്ങനെ അവനെ ഇടിച്ച് തലയൊക്കെ ക്ലോസറ്റിൽ മുക്കി അവനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ചു. അതായത് എന്തിനാണ് എന്റെ സഹോദരിയെ കൊല്ലാൻ നോക്കുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ. അപ്പൊ മിസ്റ്റർ ലിമ എന്ന പേരുള്ള DJ പറയാണ്, ഞാനല്ല നിങ്ങളുടെ സഹോദരി ഉപദ്രവിച്ചത്, എനിക്ക് പുള്ളിക്കാരി അറിയത്തു പോലുമില്ല. എന്നാൽ പുള്ളിക്കാരി എന്റെ ഒരു ക്ലയന്റിന്റെ ഷിപ്പിംഗ് അഡ്രസ് ഒക്കെ കണ്ടെത്തി. അവര് എന്താണ് ഷിപ്പ് ചെയ്യുന്നത് എന്നൊക്കെ പുള്ളിക്കാരി കണ്ടുപിടിച്ചു. അതേപോലെ അവരെ ഫോളോ ചെയ്തു. എന്നാൽ അവർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മാഫിയാസ് ആണ്. അതുകൊണ്ടാണ് അവര് നിങ്ങളുടെ സഹോദരിയെ കൊന്നു
കൊന്നുകളയാൻ തീരുമാനിച്ചത്. ഞാനാണ് അവർക്ക് ഷിപ്പിൽ സ്മഗിൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ചതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെ മിസ്റ്റർ ലീമ പറയാണ്. എന്തായാലും ഹീറോക്ക് മിസ്റ്റർ ലീമ എന്ന പേരുള്ള ആ DJ തെളിവുകളെല്ലാം ഉള്ള ഡോക്യുമെന്റ്സ് കൊടുക്കുകയാണ്. ആ പെട്ടിയിൽ ഒരു കഫേയുടെ അഡ്രസ്സ് കണ്ടു. അപ്പോൾ ഈ കള്ളക്കടത്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ കഫേയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ഹീറോ ആ കഫേയിലേക്ക് പോവുകയാണ്. ആൻഡ് ഗൈസ്, ഇവിടെ നമ്മുടെ ഡിറ്റക്ടീവ്സ് വീണ്ടും ചേരിയിലേക്ക് റെയ്ഡ് നടത്താനായി പോയി. ഇപ്രാവശ്യം അവർ രണ്ടുപേരും തനിച്ചല്ല, വലിയ ഒരു ഫോഴ്സ് ആയിട്ടാണ് അവർ പോയിട്ടുള്ളത്. കാരണം അവരെ നേരിടാൻ അവരും സ്ട്രോങ് ആയിരിക്കണം. സോ ഹീറോ ആ കഫേയിൽ ചെന്നപ്പോൾ കാണുന്നത് പെൺവാണിഭവും ഇല്ലീഗൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് അവിടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നിൽക്കുന്നത്. ഇതേ കഫേയിൽ ഒരു മുറിയിൽ നിന്ന് നമ്മുടെ ജപ്പാനി നഴ്സിലെ പുള്ളിക്കാരി അടിച്ച് വലിയ തുക പണം സെറ്റ് ആക്കുന്നത് കാണാം. അപ്പൊ ആ സ്ത്രീക്ക് ആരോ ഈ ജോൺ അവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരം ഫോണിൽ വിളിച്ചു കൊടുത്തു. അപ്പൊ മുകളിൽ നിന്ന് ജോൺ കാണാതെ ജപ്പാൻകാരി ജോണിനെ നോക്കുകയാണ്. ജോൺ അവിടുന്ന് കണ്ട ഒരു കാഴ്ചയാണ്, വാനിൽ നിന്ന് കുറെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അവർ ഇറക്കി കൊണ്ടുവരുന്നതാണ്. അവരെയൊക്കെ ഇവന്മാര് തട്ടിക്കൊണ്ടു വന്നതാണ് എന്നും ജോണിന് മനസ്സിലായി. ആ പെൺകുട്ടികളിൽ നിന്ന് നല്ല പരിചയമുള്ള മുഖം ജോൺ കണ്ടു. അത് വേറെ ആരുടേതുമല്ല, കൂക്കയുടെ കാണാതെ സഹോദരി മറിയാണ്. കൂക്ക അന്ന് ജോണിന് മറിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തായിരുന്നു. അവരെയൊക്കെ ഒരു മുറിയിൽ കൊണ്ടുപോയി അവിടെ അടച്ചിടുന്നതും ഹീറോ കണ്ടു. സോ ജോൺ ഇതൊക്കെ നോക്കുന്ന സമയത്താണ് ഒരുത്തൻ പിന്നിൽ നിന്ന് ജോണിനെ കൊല്ലാൻ ശ്രമിച്ചത്. എന്നാൽ വളരെ നിസ്സാരമായിട്ട് ഹീറോ അവനെ തിരിച്ചു കൊന്നു. ഓക്കെ, ഇനി ഇവിടെ ചേരിയിൽ നിന്ന് ഈ ജപ്പാൻ ഗാങ് അഥവാ യാക്കൂസ മാഫിയകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഡിറ്റക്റ്റീവിന്റെ ഒരു ഓഫീസർ കണ്ടുപിടിച്ചു. അങ്ങനെ അവരെയൊക്കെ ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നമ്മുടെ രണ്ട് ഡിറ്റക്ടീവ്സിനോട് വയർലെസ് ഫോണിലേക്ക് കൂടി ഈ ഓഫീസർ വിവരം അറിയിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ എത്തി. അപ്പോൾ ഈ ഓഫീസർ ഗൺ പോയിന്റ് നിർത്തി ഗാങ്സ്റ്ററിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. അങ്ങനെ സാൻഡോ അദ്ദേഹത്തിനോട് ചോദിക്കാണ്, ഡാ ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന്. അങ്ങനെ ആ തോക്ക് വെച്ച് അവനെ തന്നെ ഷൂട്ട് ചെയ്യാനായി സാൻഡോ പോവുകയാണ്. എന്നാൽ സാൻഡോ ആ ഗാങ്സ്റ്ററിനെ അല്ല ഷൂട്ട് ചെയ്തത്, മറിച്ച് ഓഫീസറിനെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇവിടെയാണ് ട്വിസ്റ്റ്. നമ്മുടെ രണ്ട് ഡിറ്റക്ടീവ്സ് ഇല്ലേ, ഇവന്മാര് വില്ലന്മാരുടെ സൈഡാണ്. വലിയ തുകയാണ് ഇവന്മാർക്ക് രണ്ടുപേർക്കും ഈ ജപ്പാൻ യക്കൂസ മാഫിയകൾ കൊടുക്കുന്നത്. എന്തായാലും ഇവനെ രക്ഷിച്ചതിന് സാൻഡോ ആ ജപ്പാൻകാരിയെ വിളിച്ചിട്ട് എന്റെ പ്രൈസ് ഡബിൾ ആയി എന്നും പറയുന്നുണ്ട്. അപ്പൊ ജപ്പാൻകാരി പറയാണ്, ശരി അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ആ അമേരിക്കക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നും സാൻഡോനോട് പറയാണ്. ഓ ഷിറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാനും കാരണം പെട്ടെന്ന് അവിടെ എത്തിക്കോളാം. അതിനുശേഷം ജപ്പാൻകാരി ഫോണിൽ വിളിക്കുന്ന ഈ മൊട്ടത്താലയനാണ് നമ്മുടെ മെയിൻ വില്ലൻ, അതായത് ഈ യക്കൂസ മാഫിയന്റെ ലീഡർ. അവന്റെ പേരാണ് ഹിറിമോട്ടോ. ഹിറിമോട്ടോ ജപ്പാൻകാരോട് പറയാണ്, ഇപ്രാവശ്യം പിഴക്കാൻ പാടില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് അവന്റെ സഹോദരിയെ കൊല്ലണമെന്ന്. യെസ് സർ, ഞാൻ എന്തായാലും കൊന്നിരിക്കുമെന്നും ജപ്പാൻകാരി മറുപടി കൊടുത്തു. ക്രൂരനായ ഹിറിമോട്ടന്റെ അടുത്ത് ആ DJ ലീമ വന്നിട്ടുണ്ട് ക്ഷമ ചോദിക്കാനായിട്ട്. നമ്മുടെ എല്ലാ ഷിപ്പിംഗ് ഡീറ്റെയിൽസുമുള്ള പെട്ടി നീ അവന് എടുത്തു കൊടുത്തല്ലേ, സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് ഹിറിമോട്ടോ ആണെങ്കിൽ വലിയ ഒരു വാള് കൊണ്ട് അവനെ കുത്തിക്കൊന്നു. ഞാൻ ക്ഷമിച്ചെങ്കിലും നീ ജീവിക്കേണ്ടവനല്ല. ഓക്കെ ഗൈസ്, ഇവിടെ കഫയിൽ നമ്മുടെ വില്ലന്മാരായ രണ്ട് ഡിറ്റക്ടീവ്സും അതേപോലെ കത്രീനയും വന്നു. ജോണിനും കത്രീനക്കും അറിയത്തില്ല ഇവന്മാര് രണ്ടുപേരും വില്ലന്മാരാണ് എന്ന്. എന്തായാലും അവരോടൊക്കെ ജോൺ പറയാണ്, ചേരിയിൽ നിന്ന് കാണാതാവുന്ന പെൺകുട്ടികളെ ഇവര് തട്ടിക്കൊണ്ടുവരുന്നതാണ്. അവരെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു, എന്നെ ഫോളോ ചെയ്, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നേരത്തെ അവന്മാര് ആ പെൺകുട്ടികളെ പൂട്ടിയിട്ട് ആ മുറി ജോൺ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, മുഴുവനും കാലിയായിട്ടാണ്. അങ്ങനെ ഡിറ്റക്ടീവ് സാൻഡോ പറയാണ്, അവരെന്നാൽ ഇവിടുന്ന് പെൺകുട്ടികളെ മാറ്റി കാണും. മിസ്റ്റർ ലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ പെട്ടി എനിക്ക് തന്നേക്ക്, ബാക്കിയൊക്കെ ഞാൻ അന്വേഷിച്ചു കൊള്ളാം, അവരെയൊക്കെ ഞാൻ അറസ്റ്റ് ചെയ്യും. താങ്ക് യു സാർ എന്നും പറഞ്ഞ് ജോൺ കത്രീനയുടെ കൂടെ പോവുകയാണ്. ഡിറ്റക്ടീവ്സ് അവരുടെ വഴിക്കും പോയി. എന്നാൽ ജോൺ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ജോണിന് ഒരു സംഭവം കത്തിയത്. അതായത് ഈ സാൻഡോക്ക് എങ്ങനെയാണ് DJ ലിമയുടെ കയ്യിൽ നിന്നാണ് ജോൺ ആ പെട്ടി കിട്ടിയത് എന്ന് മനസ്സിലായത്. ആ പേര് ഇതുവരെ ജോൺ അവരോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹീറോക്ക് മനസ്സിലായി ഈ രണ്ട് ഡിറ്റക്ടീവ്സ് ചതിയന്മാരാണ് എന്ന്. കത്രീനയോട് ജോൺ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായി പറയുകയാണ്. എന്നിട്ട് എന്റെ സഹോദരി സേഫ് ആണോ എന്ന് നോക്കണം. ഇവിടെ ജപ്പാൻകാരി ഹോസ്പിറ്റലിൽ വീണ്ടും എത്തി സിൻഡിയെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ കൊല്ലാനായി പോകുന്ന സമയത്ത് പിന്നിൽ നമ്മുടെ കത്രീന മാഡം ടപ്പ് 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 എന്ന് വെടിവെച്ച് പാവം ജപ്പാൻകാരിയെ വടിയാക്കി. സോ ഈ ഒരു പോർട്ടിൽ നിന്നാണ് പെൺകുട്ടികളെ ജപ്പാനിലേക്ക് കടത്തിക്കൊണ്ടു പോകാനായി പോകുന്നത്. അവിടത്തേക്കാണ് നമ്മുടെ ഡിറ്റക്ടീവ്സ് എത്തിയിട്ടുള്ളത്. അവന്മാര് രണ്ടുപേരും കാണാതെ ജോണ് അവരുടെ കാറിന്റെ ഡിക്കിയിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ മാനിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അതായത് ഈ രണ്ട് ഡിറ്റക്ടീവ്സ് ചതിയന്മാരാണ് എന്ന്. മാനി സോറി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, ഇവന്മാരെ ഞാൻ എന്തായാലും ഇല്ലാതെയാക്കും, നീ എന്തു പറഞ്ഞാലും ശരി. അങ്ങനെ ഹീറോ അവരെ അറ്റാക്ക് ചെയ്യാനായി അവരുടെ പോർട്ടിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇനിയുള്ള സീൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവനും അടി ഇടി വെടി പോകുകയാണ്. അത്രയും ആൾക്കാർ തോക്കും പിടിച്ച് ഹീറോനെ അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ടെങ്കിലും ഹീറോ അവരെയൊക്കെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് കൊന്നു കളയുകയാണ്. അവസാനം കാർലോ ഇല്ലേ, ആ ബെസ്റ്റ് ഫൈറ്റർ, അവന് ജോണിനെ കിട്ടി. അവനും ജോണും ഏറ്റുമുട്ടുകയാണ്. കാർലോ മികച്ച ഫൈറ്റർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു, എന്നാൽ അവനെ ജോൺ കൊന്നു കളഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ബാക്കിയായത് നമ്മുടെ ഡിറ്റക്ടീവ് സാൻഡോയും പിന്നെ മെയിൻ വില്ലനായ ജപ്പാൻ മൊട്ടത്താലിയനുമാണ്. ഇവരും ഏറ്റുമുട്ടി. അതിൽ ഹീറോ സാൻഡോനെ കൊന്നിട്ടില്ല, പകരം അവന്റെ നെഞ്ചത്ത് ഒരു മൂർച്ചയുള്ള
സാധനം കുത്തിക്കയറ്റി അവനെ വീഴ്ത്തി. പിന്നെ ഈ മൊട്ടത്തലനെ ഹീറോ കൊന്നു കളഞ്ഞു. അങ്ങനെ കഥയുടെ ക്ലൈമാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിറ്റക്റ്റീവ് സാൻഡോക്ക് താൻ ചെയ്ത വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കുറ്റബോധമുണ്ട്. ജോണിന് എല്ലാ തെളിവുകളും സൂക്ഷിച്ചു വെച്ച ലോക്കറിന്റെ താക്കോല് സാൻഡോ കൈമാറി. അത് വേടിച്ചിട്ട് ഹീറോന്റെ കയ്യിലുള്ള തോക്ക് സാൻഡോക്ക് കൊടുക്കുകയാണ്. ഇതിൽ ബുള്ളറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ നിനക്ക് തീരുമാനിക്കാം നിന്നെ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ സാൻഡോക്ക് തോക്കും കൊടുത്തിട്ട് ജോൺ പോവുകയാണ്. സാൻഡോക്ക് നല്ല കുറ്റബോധം ഉള്ളത് കൊണ്ട് തന്നെ സാൻഡോ ആ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ജോൺ അവന്മാര് തട്ടിക്കൊണ്ടുവന്ന എല്ലാ പെൺകുട്ടികളെയും രക്ഷിക്കുകയാണ്. പിന്നെ ജോണിന്റെ സഹോദരി സിൻഡി ആണെങ്കിൽ ഇപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അതായത് പുള്ളിക്കാരി പതിയെ പതിയെ റിക്കവർ ആവുന്നുണ്ട്. കഥയുടെ അവസാനം മാനി ജോണിനോട് തിരിച്ച് ജോലിയിൽ കയറാനായി പറഞ്ഞു. അതേപോലെ പുതിയ ഒരു മിഷനും കൊടുത്തു. നീ പണ്ട് പട്ടാളത്തിലുണ്ടായപ്പോൾ നിന്നെ എല്ലാവരും വിളിച്ച ഒരു പേരുണ്ട്, ഫാൽക്കൺ. ആ പേര് തന്നെയാണ് ഇപ്പോൾ ഈ മിഷനും നിനക്കുള്ളത് എന്ന് മാനി നമ്മുടെ കഥാനായകനായ ഫാൽക്കൺ ജോണിനോട് പറയാണ്. അപ്പോൾ ഇവിടെയാണ് ഫാൽക്കൺ റൈസിംഗ് എന്ന സിനിമ അവസാനിക്കുന്നത്.